എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം ആരംഭിച്ചിട്ട് ഇന്ന് 16 ദിവസമായിരിക്കുകയാണ്. ഈ 16 ദിവസത്തെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മളെല്ലാവരും അനുഭവിച്ചു കഴിഞ്ഞു. ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ക്രാഷ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലും അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ കണ്ടത്. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഷൂട്ടപ്പ് ചെയ്തു. പ്രൈസ് അറൌണ്ട് $103 പെർ ബാരലിനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗോൾഡും സിൽവറും നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവറും സാധാരണ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നേറേണ്ട കമോഡിറ്റികളാണ്. പക്ഷേ ഈ രണ്ട് കമോഡിറ്റികളും ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം താഴെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഗ്ലോബലി സെൻട്രൽ ബാങ്കുകൾ ഫെബ്രുവരി മാസത്തിൽ കുറവ് ഗോൾഡാണ് വാങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഗോൾഡ് വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ന്യൂസ് ഫ്ലോ ഉണ്ട് മാർക്കറ്റിൽ, കമോഡിറ്റി മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഫെബ്രുവരി മാസത്തെ സെൻട്രൽ ബാങ്ക് ബൈയിങ് ഡാറ്റയെ തന്നെയാണ്. ഈ ഡാറ്റ പുറത്തു വന്നതിന് ശേഷമാണ് ഒരു പക്ഷേ ഗോൾഡ് പ്രൈസിലൊക്കെ നമുക്കൊരു ആക്ഷൻ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഗോൾഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് വീക്ക് ലോസ് ആണ് ഗോൾഡ് രേഖപ്പെടുത്തിയിട്ടുള്ള $5017.7 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സിൽവർ $80.45 പെർ ഔൺസാണ് സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുള്ള ഒരു കമോഡിറ്റി ബ്രന്റ് ക്രൂഡ് ഓയിലാണ്. ബ്രന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $103.14 പെർ ബാരലിനാണ്. ഒപ്പം അയൺ ഓർ പ്രൈസും കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. $105.14 അയൺ ഓർ പ്രൈസും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അലുമിനിയം പ്രൈസും പുതിയ 4 ഇയർ ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പി റെക്കോർഡ് ലോയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 92.43 രൂപ പെർ ഡോളറിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഇന്ത്യയിലത്തെ സെല്ലിംഗ് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 31,824 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. മാർച്ച് മാസത്തെ ടോട്ടൽ കണക്കെടുക്കുകയാണെങ്കിൽ 52,704 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഈ വിൽപ്പനയേക്കാളും കൂടുതൽ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ ബൈ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ സെന്റിമെന്റ് മോശമായിരിക്കുന്ന അവസ്ഥയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ LPG ഷോർട്ടേജ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അമേരിക്കൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടർ സ്റ്റോക്കുകളും താഴെയാണ്, കമോഡിറ്റി സ്റ്റോക്കുകളും താഴെയാണ്. ഓവറോൾ അമേരിക്കയിലും സെന്റിമെന്റ് വീക്കാണ്. അമേരിക്കയിലും ഇൻഫ്ലേഷൻ കൂടിയേക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിലാണ് അമേരിക്കയിൽ US ഫെഡിന്റെ മീറ്റിംഗ്. 17-18 തീയതികളിലാണ് US ഫെഡിന്റെ മീറ്റിംഗ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ലൈറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഗോൾഡിന് നൽകിയേക്കാം. മറിച്ച് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കണ്ടേക്കാം. ഗോൾഡ് വേസ്റ്റ് കേസ് സിനാരിയോയിൽ $4,800-4,900 പെർ ഔൺസിലേക്കൊക്കെ താഴെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ US ഫെഡിന്റെ ഡിസിഷൻ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോറക്സ് റിസർവ് മാർച്ച് 6 അവസാനിച്ച ആഴ്ചയിൽ $11.68 ബില്യൺ കുറഞ്ഞ് $716.81 ബില്യൺ താഴെ വന്നിരിക്കുകയാണ്. ഇത് വലിയ നെഗറ്റീവ് ന്യൂസ് ഒന്നും അല്ല. എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇത്തരത്തിലുള്ളൊരു കുറവ് വരാനുള്ള കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഔട്ട്ഫ്ലോ തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനേക്കാളും കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു മെച്യൂരിറ്റിനെ തന്നെയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പൊതുവേ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വാറിന്റെ ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ന്യൂസുകളാണ്. നിങ്ങളെല്ലാവരും വളരെ ഈഗറായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ തന്നെയാണ്. എന്നിരുന്നാലും ഈ വാറിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ LNG പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഷിപ്മെൻ്റൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ LNG പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്നതും ഷിപ്മെൻ്റൊക്കെ നിർത്തിവെക്കുന്നതൊക്കെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഫെർട്ടിലൈസർ സെക്ടർ, അതുപോലെ തന്നെ ചിപ്പ് മാനുഫാക്ചറിങ് സെക്ടറിനൊക്കെ നൽകാൻ പോകുന്നത്.
കാരണം ഈ LNG പ്രൊഡക്ഷൻ നിർത്തുമ്പോൾ, ക്രൂഡ് ഓയിൽ എക്സ്പ്ലോറേഷനൊക്കെ നിർത്തുമ്പോൾ, അതുപോലെ തന്നെ റിഫൈനിങ് നിർത്തുമ്പോൾ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സൾഫർ, അതുപോലെ തന്നെ ഹീലിയം ഗ്യാസൊക്കെ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറയാണ്. ഈ ഹീലിയം ഗ്യാസ്, അതുപോലെ തന്നെ സൾഫർ, കൊബാൾട്ടൊക്കെ ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ പല ഘട്ടങ്ങളിലാക്കി യൂസ് ചെയ്യുന്ന കോപ്പർ, അതുപോലെ തന്നെ കൊബാൾട്ട്, ഈ രംഗത്തൊക്കെ മൈനിങ്ങിന് ആവശ്യമുള്ള മെറ്റൽസാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ പ്രോസസ്സിങ്ങിൽ സൾഫർ ആവശ്യമാണ്. അപ്പോൾ സൾഫറിൻ്റെയും ഹീലിയത്തിൻ്റെയൊക്കെ ലഭ്യത കുറയുന്നത് തീർച്ചയായിട്ടും ചിപ്പ് മാനുഫാക്ചറിങ് സെക്ടറിന് വളരെ നെഗറ്റീവ് തന്നെയാണ്. ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ ടെമ്പററി ആയിട്ട് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഈ ഷോർട്ടേജ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. ഇപ്പോൾ ലോകത്തിൽ 90% ടോപ്പ് ചിപ്പുകളൊക്കെ നൽകുന്നത് തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ LNG സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ 11 ദിവസത്തേക്കുള്ള സ്റ്റോക്കേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. എന്നിരുന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് തൈവാനൊക്കെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ റോ മെറ്റീരിയൽ 35% ഇന്ത്യയിലേക്ക് വരുന്ന ഹോർമസ് കടലിടുക്കിൽ കൂടിയാണ്. ഇറാന്റെ സ്റ്റേറ്റ്മെന്റ് പൊതുവെ പോസിറ്റീവ് ആണ്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ നീജർക്ക് നെഗറ്റീവ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നത്തെ ക്രൈസിസിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് ആയിട്ട് നിൽക്കുന്ന വിൻ പവർ, അതുപോലെ തന്നെ സോളാർ പവർ, ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളൊക്കെയാണ്. ഈ വാർ റിലേറ്റഡ് ക്രൈസിസ് ഉള്ളപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വാങ്ങാനുള്ള അവസരമാണ് ഈ മാർക്കറ്റ് ഫാളിൽ ഈ സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ പ്രൈസ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാ ഇൻവെസ്റ്റേഴ്സും മുതലെടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ LPG ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇലക്ട്രിക് സ്റ്റൗകൾക്ക്, ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ചുകൾക്കൊക്കെ ഹ്യൂജ് ഡിമാൻഡായിരുന്നു. ഇൻഡക്ഷൻ കുക്കേഴ്സിന് ഹ്യൂജ് ഡിമാൻഡായിരുന്നു. അതിനനുസരിച്ച് TTK പ്രസ്റ്റിച്ച്, V-Guard, സ്റ്റോവ് ക്രാഫ്റ്റ് ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ മൈനർ പോസിറ്റീവ് റിയാക്ഷൻ കണ്ടിട്ടുണ്ട്. ഇതൊരു പക്ഷേ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. LPG വലിയ രീതിയിലുള്ള ഷോർട്ടേജ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളൊക്കെ ഒരു പക്ഷേ കുക്കിംഗ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു പക്ഷേ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളും ഒന്ന് വാച്ച് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളുണ്ട്, വിൻ പവർ രംഗത്തുള്ള സ്റ്റോക്കുകളുണ്ട്. റിന്യൂവബിൾ എനർജി രംഗത്തുള്ള സ്റ്റോക്കുകളുടെ ഡിമാൻഡ് കൂടും. കാരണം നമ്മൾ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ LNGക്ക് കിട്ടാതെ വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ പവറിന് റിന്യൂവബിൾ പവറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും ഭാവിയിൽ. അങ്ങനെ വരുമ്പോൾ വാരി എനർജീസ്, വാരി ഇൻഡോ സോളാർ, അതുപോലെ തന്നെ വാരി റിന്യൂവബിൾ ടെക്നോളജി, ഇതാണ് പവർ ട്രാൻസ്മിഷൻ രംഗത്തേക്ക് റീസെൻ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ 3 കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ലഭിക്കുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഈ ക്രൈസിസ് രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പോസിറ്റീവായ ന്യൂസ് ഫ്ലോസ് നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിനെ സംബന്ധിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂജ് ഡിമാൻഡാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലിനുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇന്തോനേഷ്യ, വിയറ്റ്നാം, മാൽഡീവ്സ്, UAE, സൗദി അറേബ്യ, ഖത്തർ, ചിലെ, ബ്രസീൽ, അർജന്റീന ഈ രാജ്യങ്ങളൊക്കെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ സ്വന്തമാക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത് ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഡാറ്റ പാറ്റേൺസ്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഇത്തരത്തിലുള്ള ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ LNT, അതുപോലെ തന്നെ ഭാരത് ഫോർജ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ക്രൈസിസ് അല്ലെങ്കിൽ സംഘർഷം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇന്ത്യൻ കമ്പനികൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് ഫർദർ താഴെ പോകുന്ന അവസരങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നന്നായിരിക്കും. കാരണം നമ്മൾ ഈ വാർ ഇത്ര അധികം നീളുമെന്നുള്ളൊരു കാര്യമൊന്നും തന്നെ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. പക്ഷെ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് മനസ്സിൽ വെക്കേണ്ടത്, ഒരു ഇൻവെസ്റ്റർക്കും ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലും അതുപോലെ തന്നെ വാങ്ങാൻ സാധിക്കില്ല, അതുപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലും വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കൊണ്ടിട്ട് ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ താഴെ വരുന്ന അവസരങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനുള്ള, അതും ലോങ് ടൈം വ്യൂ മതി, ലോങ് ടൈം തിങ്കിങ് മതി. ആ ലോങ് ടൈം തിങ്കിങ്ങിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രൈസിസ് ഡേയ്സിൽ നമ്മൾ ആരും നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ രംഗത്തുള്ള അനൗൺസ്മെൻറ്റുകൾ. വലിയ അനൗൺസ്മെൻറ്റുകളാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. ഇതിനനുസരിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന കമ്പനികളാണ് CG പവർ. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ രംഗത്തുള്ള കമ്പനികളുണ്ട്. മേജർ ബെനിഫിഷ്യറീസ് ആണ് ഈ ക്രൈസിസിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് ലോങ് ടൈമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം വേദാന്ത ലിമിറ്റഡ്, വേദാന്തയാണ് ഈ ക്രൈസിസിൽ ഈ മെറ്റൽസ് ആൻഡ് മിനറൽ രംഗത്ത് ഏറ്റവും മേജർ ബെനിഫിഷ്യറി ആയിട്ടുള്ളത്. വേദാന്ത അലുമിനിയം ഉണ്ട്, വേദാന്തയ്ക്ക് കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, അയൺ ഓർ ഉണ്ട്. തീർച്ചയായിട്ടും വേദാന്തരെ ഡീമർച്ചറും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ റെക്കോർഡ് ഡേറ്റും വന്നേക്കാം. 5 കമ്പനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. വേദാന്തരെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഈ 5 കമ്പനികളിൽ 3 കമ്പനികളുടെ പ്രൈസ് ഇപ്പോഴത്തെ വേദാന്തര പ്രൈസിനൊപ്പമായിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓരോ കമ്പനികളും ഇപ്പോഴത്തെ വേദാന്തര പ്രൈസിനൊപ്പം എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് അദ്ദേഹം. അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റുകൾ തന്നെയാണ് വേദാന്തര അണ്ടറിലുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നതാണ്. ഒപ്പം നമ്മുടെ പവർ സെക്ടർ രംഗത്തുള്ള ധാരാളം സ്റ്റോക്കുകളുണ്ട്. ABB ഉണ്ട്, സീമെൻസ് ഉണ്ട്, സീമെൻസ് എനർജി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള LNT ഉണ്ട്, ഹണിവൽ ഉണ്ട്. ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് രംഗത്ത് റോബോട്ടിക്സിലേക്കൊക്കെ എത്തിയിട്ടുള്ള സ്റ്റോക്കാണ്, കമ്പനിയാണ് സോളാർ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഹിറ്റാച്ചി എനർജി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഫർദർ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ ആയിട്ടുള്ളത്. ഒപ്പം പല കമ്പനികളിലും ബോണസ് റെക്കോർഡ് ഡേറ്റ് വരികയാണ്. മെട്രോപോളിസ് ഹെൽത്ത് കെയറിൻ്റെ ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 20 മാർച്ചാണ്, ഈ ആഴ്ചയിലാണ്. 3:1 ആണ് ബോണസ് റേഷ്യോ വരുന്നത്. അതായത് ഒരു ഷെയറിന് 3 ഷെയർ ബോണസ് ലഭിക്കും. ഈ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എക്സലൻ്റ് പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കും മാർക്കറ്റ് താഴെ വരുമ്പോൾ കമ്പോണസ് ആയിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. കാരണം ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഫാൾ ഈ സ്റ്റോക്കും താഴെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബോണസ് വരുമ്പോൾ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ലൊരു സ്റ്റോക്കാണ് കമ്പോണസ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റിൽ സെബി ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഒരു വലിയ കമ്പനിക്ക് അവരുടെ 5% മിനിമം ഡൈല്യൂട്ട് ചെയ്യണമായിരുന്നു IPO നടത്തണമെങ്കിൽ. ഇനി മുതൽ അത് 2.5% മതി. അതായത് വലിയ കമ്പനികൾക്ക് മിനിമം 2.5% ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടും IPOയിൽ കൂടെ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. പല വലിയ കമ്പനികളും IPOയിൽ കൂടെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ വാങ്ങാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. NSE IPOയുടെ മെർച്ചന്റ് ബാങ്കേഴ്സിനൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ NSE IPO സംബന്ധിച്ചുള്ള ന്യൂസുകളും വരാം. അങ്ങനെ വരികയാണെങ്കിൽ NSEയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന IFC ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. IFCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് ഫ്രീ ആണ്. 57-58 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. NSE IPO അടുക്കുന്നതോടുകൂടി ഈ സ്റ്റോക്ക് പ്രൈസിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ന്യൂസ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം വലിയ രീതിയിൽ വീണ്ടും വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ നമ്മളും അതുപോലെ തന്നെ മറ്റ് എല്ലാ രാജ്യങ്ങളും അനുഭവിക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഫർദർ കൂടി $150-200 പെർ ബാരലിലേക്ക് ഉയരുകയാണെങ്കിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്ത്യനെ സംബന്ധിച്ച് ലഭിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു
പ്രൈസ് ഇൻക്രീസ് ഒന്നും തന്നെ ഈ കമ്മോഡിറ്റിയിൽ അല്ലെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നമുക്കിരിക്കാം. അതേസമയം LPG രംഗത്ത് നമ്മുടെ ഷോർട്ടേജ് ഒരു ഐ ഓപ്പണറാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മുടെ LPG യൂസേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ രാജ്യത്ത് യൂസ് ചെയ്യുന്ന LPGയുടെ 60-65% ഇമ്പോർട്ട് ചെയ്യാണ്. ആഡിക്വേറ്റ് സ്റ്റോക്സ് ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വന്നിരിക്കുന്നത്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 20-25 ദിവസത്തേക്കുള്ള LPG സ്റ്റോക്ക് ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് പല വാർത്തകളും കണ്ടു 2 ആഴ്ചയ്ക്കുള്ള സ്റ്റോക്കുകൾ എന്നുള്ളത്. അതിന് ശേഷമാണ് ഒരു പാനിക്ക് വന്നത്. ആ പാനിക്കിനനുസരിച്ച് ഗവൺമെൻറ് വീണ്ടും കൺട്രോൾ കൊണ്ടുവന്നപ്പോൾ വീണ്ടും ഒരു പാനിക്കാണ് LPG രംഗത്തുള്ളത്. ഇത് തീർച്ചയായിട്ടും പല ഇൻഡസ്ട്രീസിനും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ ഒരു പാനിക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സമ്മതിച്ചേ തീരും. പക്ഷെ നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മുടെ യൂസേജൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കമോഡിറ്റിയിൽ നമ്മൾ LPG ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ലാവിഷായിട്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി സപ്ലൈ ഡിമാൻഡ് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ സപ്ലൈ ലഭിക്കാത്ത അവസ്ഥയിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളും ചിന്തിച്ചിട്ടില്ല, ഗവൺമെൻറ്റും ചിന്തിച്ചിട്ടില്ല. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ LPG രംഗം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും യൂസേജ് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ലാവിഷായിട്ട് യൂസ് ചെയ്തിട്ടുള്ള LPG ഒക്കെ കുറച്ച് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കാൽക്കുലേഷനും കണക്കുകളൊക്കെ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടായോ എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കമോഡിറ്റികളിലുള്ള യൂസേജ് നമ്മൾക്ക് എല്ലാവർക്കും കുറയ്ക്കാമെന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ നൽകുന്ന പാഠം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എല്ലാവരുടെയും LPG യൂസേജ് കുറയ്ക്കുന്നത് നന്നായിരിക്കും. മറിച്ച് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളിലേക്ക് മാറുന്നത് നല്ലതാണ്. അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എക്യുപ്മെൻറ്റുകൾ, കുക്കിംഗ് റേഞ്ചുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നല്ല അപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ ഇതൊരു പാഠമാണ് ഇന്ത്യയിലത്തെ ജനങ്ങളെ സംബന്ധിച്ച്. നമ്മൾ ലാവിഷായിട്ടാണ് LPG ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളായാലും അല്ലെങ്കിൽ തട്ടുകടകളായി കഴിഞ്ഞാലും പ്രൈവറ്റൈസ് ചെയ്തപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ LPG സിലിണ്ടർ വാങ്ങാനുള്ളൊരവസ്ഥയാണുള്ളത്. ഇത് ഒരു പക്ഷേ ഓവർ യൂസേജ് ആയിരുന്നു, ലാവിഷ് യൂസേജ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉള്ള സമയത്ത് ഇത് ഒരു പാഠമായിട്ടാണ് നമുക്കിപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും LPG യൂസേജ് കുറയ്ക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ലതാണ്, രാജ്യത്തിനെ സംബന്ധിച്ച് നല്ലതാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ലോസ്. ഇനി മാർക്കറ്റിൽ വലിയ രീതിയിൽ ശല്യം പ്രശ്നം വരികയാണെങ്കിൽ നിഫ്റ്റി ഒരു പക്ഷേ 22,650, 22,850, 23,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം വീണ്ടും വഷളായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെയാണ് രണ്ടു കൂട്ടരും നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലും അതിൻ്റേതായ ക്രൈസിസ് ഉണ്ടാവും. നമ്മളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ടാവുന്ന ഏത് ക്രൈസിസും ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈമിലേക്ക് വാങ്ങുന്നൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ഓറിയോൺ പ്രോ ടെക്നോളജീസ് ആണ്. അവർക്ക് ഡാറ്റാ സെൻറ്റർ, ഇന്ത്യയിലത്തെ AI റിലേറ്റഡ് വലിയ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 350 കോടി രൂപയുടെ ഓർഡർ. നല്ലൊരു സ്റ്റോക്കാണ്. ടെക്നോളജി രംഗത്തുള്ള ഹാർഡ്വെയർ റിലേറ്റഡ് സപ്പോർട്ടുകളൊക്കെ നൽകുന്ന, സോഫ്റ്റ്വെയർ ടെക്നോളജി റിലേറ്റഡ് സപ്പോർട്ട് നൽകുന്ന ഒരു കമ്പനിയാണ് ഓറിയോൺ പ്രോ. ഈ ന്യൂസ് ഓറിയോൺ പ്രോനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാർ ന്യൂസുകൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ക്ലോസ്ലി വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ലോങ് ടൈം തിങ്കിങ് കൾട്ടിവേറ്റ് ചെയ്യുക. ലോങ് ടൈമിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഘട്ടമായിട്ട് വാങ്ങുന്ന ഒരു ഡിസിഷനായിട്ട് മുന്നോട്ട് പോവുക. ഈ ആഴ്ചയിലാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് ലോകമെമ്പാടും മുസ്ലിം സഹോദരങ്ങൾ. എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.